രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടുള്ള മലയാളം സർവകലാശാലയിലെ വിവാദമായ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചിരിക്കുന്നു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. കരട് രേഖയിൽ തുടർ നടപടി വേണ്ടെന്നാണ് തീരുമാനം. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയത്. ഗോപാൽ ഷീല സനലാണ് ചേരുന്നത്. ഗോപാൽ, ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം വേണ്ട, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നിയന്ത്രണം ഏർപ്പെടുന്ന ഈ മാർഗനിർദ്ദേശം ഏതായാലും പിൻവലിച്ചിട്ടുണ്ടോ? മലയാളം സർവകലാശാലയിൽ മാത്രമാണോ ഇത്? ഗവർണറുടെ നടപടിയല്ലല്ലോ ഇത്, സർവകലാശാലയുടെ നടപടിയാണല്ലേ? ഗോപാൽ, കേൾക്കാമെങ്കിൽ കരട് രേഖയിൽ തുടർ നടപടി വേണ്ടെന്നാണ് ഇപ്പോൾ സർവകലാശാലയുടെ തീരുമാനമായി വരുന്നത്, അല്ലേ? വലിയ വിവാദമായിരുന്നു മെയ് 15-ാം തീയതി പുറത്തിറക്കിയ ഈ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട രേഖ. ആ രേഖയിൽ പറഞ്ഞിരുന്ന പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു കരട് പെരുമാറ്റച്ചട്ടമായിരുന്നു. അത് വലിയ തോതിൽ ചർച്ചയായി. SFI അടക്കം വലിയ പ്രതിഷേധം ഉന്നയിച്ചു. സംസ്ഥാന സെക്രട്ടറി അടക്കം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് പുറത്തു കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ ഈ SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ക്യാമ്പസിനുള്ളിൽ നടത്തുകയും ചെയ്തു. പിന്നാലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇനി ഈ കരട് പെരുമാറ്റച്ചട്ടം തുടർ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുകയായിരുന്നു. ഈ തീരുമാനം ഇനി ഗവർണറുടെ ഓഫീസിനെ ഔദ്യോഗികമായി തന്നെ അറിയിക്കും. കാരണം ഇത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പെരുമാറ്റച്ചട്ടം എന്ന നടപടിയിലേക്ക് സർവകലാശാല കടന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വൈസ് ചാൻസലർമാരുടെ എല്ലാവരുടെയും യോഗം ഇത്തരത്തിൽ ഗവർണർ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ പറഞ്ഞത് സർവകലാശാലകളിലെയും ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെയും അതിപ്രസരം അത് നിയന്ത്രിക്കണം, അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം, നിയന്ത്രണം വേണം എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയാകണം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് സംബന്ധിച്ച് ഒരു മാർഗരേഖ അല്ലെങ്കിൽ ഒരു കരട് പെരുമാറ്റച്ചട്ടം എല്ലാ സർവകലാശാലകളും പുറത്തിറക്കണമെന്ന് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ആ നടപടി പൂർത്തിയാക്കിയത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് വിദ്യാർത്ഥികൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയോ ഏതെങ്കിലും തരത്തിലേക്കുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടോ കൂട്ടം കൂടാനോ സംഘം ചേരാനോ മുദ്രാവാക്യം വിളിക്കാനോ പാടില്ല. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ നയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിപാടികൾ, ആ പരിപാടികൾ കൃത്യമായി തന്നെ നിയന്ത്രിക്കും. അതിന് ഈ നിയമം ലംഘിച്ചുകൊണ്ട് പരിപാടി നടത്തിക്കഴിഞ്ഞാൽ പരിപാടിയുമായി ബന്ധപ്പെട്ട പങ്കെടുക്കുന്ന എല്ലാവർക്കെതിരെയും കർശന അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന ഒരു ശാസനയോട് കൂടിയുള്ള നടപടിയായിരുന്നു, അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടമായിരുന്നു പുറത്തിറക്കിയത്. പിന്നാലെ തന്നെ ഇതിൽ വലിയ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉയർന്നു. എല്ലാ തരത്തിലേക്ക് ആദ്യം SFI വന്നു, പിന്നീട് ASF വന്നു, ഏറ്റവും ഒടുവിൽ KSU വന്നു. ഇപ്പോൾ ആ തീരുമാനം ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിന്റെയും അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെയും പശ്ചാത്തലത്തിൽ മരവിപ്പിച്ചിരിക്കുകയാണ്.